ഫിറിയർ സീരീസാണ് നമ്മുടെ 5th മൊഡ്യൂൾ. അപ്പം ഫിറിയർ സീരീസിൻ്റെ ഇൻട്രൊഡക്ഷൻ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഡിഗ്രിയിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഫിറിയർ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫംഗ്ഷനെ നമ്മൾ സൈനിൻ്റെയും കൊസൈനിൻ്റെയും സീരീസായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഫിറിയർ സീരീസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ റിയൽ ഫംഗ്ഷൻ ഇൻ എ സീരീസ് ഓഫ് സൈൻസ് ആൻഡ് കൊസൈൻസ്. സോ എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ ഓവർ എൻ എ എൻ കോസ് എൻ എക്സ് പ്ലസ് സമ്മേഷൻ ഓവർ എൻ ബി എൻ സൈൻ എൻ എക്സ്. ഈ ഒരു ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ കോഎഫിഷ്യൻസ് a0 a n a b n എല്ലാം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ബൈ എ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. എ എൻ എന്ന് പറയുന്നത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 1/π ഇൻറ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. ബി എൻ എന്ന് പറയുന്നത് 1/π ഇൻറ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, സോ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഫിറിയർ സീരീസ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷനെ നമ്മൾ സൈനിൻ്റെയും കൊസൈനിൻ്റെയും സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാണ്. കോഎഫിഷ്യൻസ് നമുക്ക് ഈ ഇക്വേഷൻസ് വെച്ച് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഹാസ് ടു സാറ്റിസ്ഫൈ ഡിറിഷ്ലെറ്റ് കണ്ടീഷൻ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിറിഷ്ലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഹാസ് ടു ബി പീസ് വൈസ് റെഗുലർ ആയിരിക്കണം. പീസ് വൈസ് റെഗുലർ എന്ന് പറയുമ്പം ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആയിരിക്കണം എഫ് ഓഫ് എക്സിനുള്ളത്. അതുപോലെ തന്നെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എക്സ്ട്രീം വാല്യൂസും ആയിരിക്കണം നമ്മുടെ ആ ഒരു സ്പെസിഫൈ ഇൻ്റർവെലിനകത്ത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോമിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലുള്ള ഒരു സീരീസാണ് അല്ലേ. ഇതിനെ എക്സ്പൊണൻഷ്യൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ ഒരു സീരീസിനകത്തെ കോസിനെയും സൈനിനെയും നമ്മുടെ എക്സ്പൊണൻഷ്യൽ ടേമിൽ റീപ്ലേസ് ചെയ്ത് എഴുതാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് ആ ഒരു സൈനും കോസും വരുന്നിടത്ത് നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ടേമിൽ നമ്മൾ താഴെ 2i വരുന്ന ആ ഐനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി, ഡിനോമിനേറ്ററിലെ ഐനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിലും താഴെ ഒരു ഐ വെച്ചിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെയുള്ള ഐയും കൂടെ i² -1 ആയിട്ട് വരും. ആ ഒരു നെഗറ്റീവാണ് ഇവിടെ കൊടുത്ത്. ദെൻ മുകളിലൊരു ഐ ഉണ്ടാവും അല്ലേ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ e⁻⁻⁰ ടേംസും അതുപോലെ e⁻−⁻⁰ ടേംസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ജനറൽ ആസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ ഈക്വൽ ടു -∞ to ∞ cn e⁻⁻⁰ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. വിത്ത് c0 ഇസ് ഈക്വൽ ടു a0/2, cn ഇസ് ഈക്വൽ ടു cn എന്ന് പറയുന്ന ആരാണ് e⁻⁻⁰ കോഎഫിഷ്യൻസ് ആണ്. ഇറ്റ് ഈസ് an - ibn/2. ദെൻ c - n എന്ന് പറയുന്നത് എന്താണ് e⁻⁻⁰ കോഎഫിഷ്യൻസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് an + ibn/2 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ എക്സ്പൊണൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിറിയർ സീരീസ്. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം, സോട്ടൂത്ത് വേവ്. അതിനു മുമ്പ് ഈ ഫിറിയർ സീരീസിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചു തരാം. ഈ ഒരു ഫിഗറിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ് സൈനിൻ്റെയും കോസിൻ്റെയും ഒക്കെ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ കേർവാണ് ഈ ഒരു ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത്, സൈൻ എക്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ അടുത്ത സൈനിൻ്റെ ബാക്കി സീരീസ് സൈൻ 3x സൈൻ 5x അതൊക്കെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് വി ക്യാൻ സീ ദാറ്റ് അത് കറക്റ്റായിട്ട് എന്ത് പ്രപ്പോർഷനിലാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആ സ്ക്വയർ വേവിൻ്റെ ആ ഒരു ഫിറിയർ സീരീസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ സൈൻ ടേംസ് നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കേർവ് സ്ക്വയർ വേവിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സ്ക്വയർ വേവ് നമുക്ക് ഇലക്ട്രോണിക്സിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേവ് ഫോമാണ് അല്ലേ. അപ്പം ഈ ഒരു ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വയർ വേവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സൈനിൻ്റെ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. ഒരു സൈൻ എക്സ് എന്ന് പറഞ്ഞ ടേമിൻ്റെ കേർവാണിത്. ബാക്കി ഓരോ ടേംസും വരുന്നതിനനുസരിച്ചുള്ള ആ ഒരു കേർവ് സ്ക്വയർ വേവിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസിനെ ഇങ്ങനെ സൈനിൻ്റെയും കോസിൻ്റെയും ഒക്കെ സീരീസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഈ ഒരു ഫിറിയർ സീരീസിൽ. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സോട്ടൂത്ത് വേവിൻ്റെ ഫിറിയർ സീരീസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. സോട്ടൂത്ത് വേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രയാങ്കുലർ വേവ്. ഓക്കെ,
അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻ ദ ലിമിറ്റ് 0 to π ആൻഡ് എക്സ് മൈനസ് 2π ഇൻ ദ ലിമിറ്റ് π to 2π. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് A0 കാൽക്കുലേറ്റ് ചെയ്യാം. A0 കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലേ. ഈ ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to πയിൽ എക്സ് ആയിട്ടും 0 to 2πയിൽ എക്സ് മൈനസ് 2π ആയിട്ടുമാണ്. ഓക്കെ, സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രേഷനാണ്, ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഒബ്റ്റെയിൻ A0 is equal to 0. ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to πയിൽ എക്സ് ഡി എക്സ് ഉണ്ട്, അതുപോലെ π to 2πയിലും എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ഇൻ്റഗ്രൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് 0 to 2πയിൽ എക്സ് ഡി എക്സ് എന്ന് എഴുതാവുന്നതാണ്. ഓൾറൈറ്റ്, സോ ആ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്താൽ യു വിൽ ഒബ്റ്റെയിൻ A0 equal to 0. നെക്സ്റ്റ് നമ്മൾ an കാൽക്കുലേറ്റ് ചെയ്യാം. an കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ 1/π ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് നമുക്ക് 0 to πയിൽ എക്സ് ആണ്, π to 2πയിൽ എക്സ് മൈനസ് 2π ആണ് അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേഷൻ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ആ ഒരു ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട് അല്ലേ. ഈ ഒരു ടേമിലും അതെ ഇതിലും വരുന്നുണ്ട് എക്സ് കോസ് എൻ എക്സ്. ഓക്കെ, അപ്പോൾ ആ എക്സ് കോസ് എൻ എക്സ് എന്ന് പറഞ്ഞ ഇൻ്റഗ്രൽ നമുക്കറിയാം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കൊക്കെ അത് അറിയാവുന്നതായിരിക്കും. സ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷനകത്ത് നമുക്ക് എക്സ് എന്ന് പറയുന്ന ആളെ എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണത് അല്ലേ. അങ്ങനത്തെ ആ ഒരു ഫംഗ്ഷനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുത്തു. ദെൻ മറ്റേ ആളെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുത്തു. മുകളിലും താഴെയായിട്ട് എഴുതുക. എന്നിട്ട് മുകളിലുള്ള ആളെ കണ്ടിന്യൂസ് ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുക, താഴെയുള്ള ആളെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 വരും. ദെൻ 1ൻ്റെ ഡെറിവേറ്റീവ് 0. കോസ് എൻ എക്സിൻ്റെ ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ സൈൻ എൻ എക്സ് ബൈ എൻ വരും. ദെൻ എഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ വരും. ഓക്കെ, നേരെ താഴെയായിട്ട് വേണം എഴുതാൻ. എന്നിട്ട് നമ്മൾ ഇതിൽ ക്രോസ് ടേംസ് ആണ് ചൂസ് ചെയ്യുക. അതാണ് ഞാൻ ഈ ഒരു ലൈൻ വരച്ച് കാണിച്ചിരിക്കുന്നത്. ക്രോസ് ടേംസ് ചൂസ് ചെയ്യുക, ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും കൊടുക്കണം. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇൻ്റഗ്രൽ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ആ ഒരു ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് നമുക്ക് വരിക ഈ ഒരു ടേമാണ് അല്ലേ. ക്രോസ് ടേംസ് എന്ന് പറയുമ്പോൾ എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ എന്ന് പറയുന്ന ആ ഒരു ടേം വരും. ദെൻ ഇവിടെ നമുക്കൊരു മൈനസ് ഉണ്ട്, പക്ഷേ അപ്പം 1 ഇൻറ്റു ഈ ടേമാണ് നമുക്ക് വരിക. ഇവിടെ മൈനസ് ഉണ്ട്, പക്ഷേ നമ്മുടെ ആൾട്ടർനേറ്റ് മൈനസും പ്ലസും കൊടുക്കുന്ന സമയത്തുള്ള ആ മൈനസും കൂടെ ചേർന്ന് അഗെയിൻ ഇറ്റ് ഈസ് പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിസൾട്ട്, ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് വരിക. എന്നിട്ട് ഇനി അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 0 to π വരുന്നുണ്ട്, അതുപോലെ π to 2πയും വരുന്നുണ്ട്. ഓക്കെ, 0 to πയിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് കോൺട്രിബ്യൂഷൻ ഒന്നും വരില്ല, കാരണം സൈനാണ് അവിടെ അല്ലേ. സൈന് π ആണെങ്കിലും 0 ആണെങ്കിലും ഒക്കെ 0 ആയി പോകും. സോ ഈ ടേമിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഇല്ല. ഈ ടേമിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം കോസ് എൻ π ആണ് വരിക. കോസ് എൻ π എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓഡാണെന്നുണ്ടെങ്കിൽ -1ഉം ഈവൻ ആണെന്നുണ്ടെങ്കിൽ +1 ആണ് അല്ലേ. എന്നിൻ്റെ വാല്യൂ അതായത് കോസ് π, കോസ് 3π, കോസ് 5π ഒക്കെ -1 ആണ്. കോസ് 2π, കോസ് 4π, കോസ് 6π ഒക്കെ +1 ആണ് അല്ലേ. സോ കോസ് എൻ π എന്ന് പറയുന്ന ആളെ വി ക്യാൻ റിപ്രസെൻറ്റ് ആസ് -1/n എന്ന് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ n ഓഡാവുന്ന സമയത്ത് വാല്യൂ എന്താവും, -1 ആയിരിക്കും. n ഈവൻ ആവുന്ന സമയത്ത് വാല്യൂ +1 ആയിരിക്കും. ഓക്കെ, സോ -1/n/n² വരും. ദെൻ 0 കൊടുക്കുന്ന സമയത്ത് 1/n². ദെൻ π to 2πയിലും നമുക്ക് ഈ ഒരു സെയിം ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട് അല്ലേ. എക്സ് കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ π to 2πയിലും വരുന്നുണ്ട്. സോ ഞാൻ സെപ്പറേറ്റ് കാണിക്കാതെ ഇവിടെ തന്നെ ആ ഒരു ലിമിറ്റ് കൊടുത്തു കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതാം. ഓക്കെ, സോ π to 2π കൊടുക്കുന്ന സമയത്ത് എഗെയിൻ ഈ ടേമിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഇല്ല. ഈ ടേമിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കോസ് എൻ 2π എന്ന് പറഞ്ഞാൽ ഈവൻ ആയിട്ടുള്ള വാല്യൂസാണ് അല്ലേ. കോസ് 2π, കോസ് 4π അങ്ങനെ ഈവൻ ആയിട്ടുള്ള വാല്യൂസാണ്. സോ അത് 1 ആണ് വരിക. 1/n² വരും. മൈനസ് കോസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് എൻ π ഈസ് അഗെയിൻ -1/n/n² വരും. ദെൻ അടുത്ത ടേം ഇവിടെ ഒരു ഇൻ്റഗ്രേഷൻ വരുന്നത് എന്താ, 2π കോസ് എൻ എക്സ് ആണ്. 2π കോസ് എൻ എക്സ് എന്ന് പറയുമ്പോൾ കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ എൻ എക്സ് ആണ്. സൈൻ എൻ എക്സ് എന്ന് പറയുന്ന സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. സൈൻ എൻ എക്സ് എന്ന് പറയുന്ന ആളെ നമ്മൾ π to 2π ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് വാല്യൂ വരിക. സോ ദിസ് ഇസ് 0. അങ്ങനെ വന്നു കഴിയുമ്പം വി വിൽ ഒബ്റ്റെയിൻ an is equal to 0. അതുപോലെ ഇനി bn കണ്ടുപിടിക്കാം. bn കണ്ടുപിടിക്കുമ്പോൾ ഇനി ഞാൻ ഇൻ്റഗ്രേഷൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ നേരത്തെ ചെയ്ത കോസ് എൻ എക്സിന് പകരം സൈൻ എൻ എക്സ് വരുന്നു. സെയിം മെത്തേഡ് വെച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു.
ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് ഇൻറ്റഗ്രലിൽ നിന്നും കൂടെ കോൺട്രിബ്യൂഷൻ വരും. കാരണം ഇവിടെ സൈൻ എൻ എക്സ് ആണ്. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് എൻ എക്സ് ആണ് വരിക. കോസ് എൻ എക്സ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ടേമിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, അങ്ങനെ ആ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. സോ നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കാര്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു റിസൾട്ടിനകത്തും സൈനിൻ്റെ ടേമിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം സൈനിൻ്റെ ടേമിന് നമ്മൾ ഈ 0യോ പൈയോ 2πയോ ഏത് ലിമിറ്റ് കൊടുത്താലും ഇത് 0 ആണ് വരിക. നമുക്ക് ഈ ഒരു ടേമിനെ കോൺട്രിബ്യൂഷൻ വരുള്ളൂ. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഹാവ് bn is equal to -1/n+1 2/n എന്ന് പറയുന്ന ഫോമുല ആയിരിക്കും വരിക. ഇനി നമ്മുടെ സീരീസ് എഴുതി കഴിയുമ്പം സീരീസിനകത്ത് നമ്മുടെ ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ് 0 ആണ്, സെക്കൻഡ് കോഎഫിഷ്യൻറ്റ് 0 ആണ്. സോ ബിയിലുള്ള, അതായത് സൈൻ സീരീസ് മാത്രമായിട്ട് മാറും. ആ ഒരു ഇക്വേഷൻ നമ്മൾ bnന് നമ്മൾ വാല്യൂ കിട്ടി. അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സൈനിൻ്റെ ടേമിലുള്ള ഇങ്ങനെ ഒരു സീരീസാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം അതിൽ നിന്ന് വരുന്ന കുറച്ച് കൺക്ലൂഷൻസ്, നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വരുന്ന കൺക്ലൂഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അതിൻ്റെ ഒരു കേർവ് നോക്കാം. അതിൻ്റെ കേർവിൽ ഇതാണ് നമ്മുടെ ആ ഒരു സോട്ടൂത്ത് വേവിൻ്റെ കേർവ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സൈനിൻ്റെ സീരീസാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് 4 ടേംസേ നമ്മൾ കൺസിഡർ ചെയ്തോളൂ എങ്കിൽ നമുക്കറിയാം n = 1 to ∞ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് 4 ടേംസ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഈ ഒരു രീതിയിലാണ് കേർവ് വരിക. ഈ നേരെ ഡയറക്റ്റായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ലൈനാണ് നമ്മുടെ സോട്ടൂത്ത് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 4 ടേംസ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് 6 ടേംസ് എടുക്കുകയാണെങ്കിൽ ഇത്രയും വരും. ഫസ്റ്റ് 10 ടേംസ് എടുക്കുമ്പോൾ ഇത്രയും വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കേർവ് കൂടുതൽ എന്ത് ചെയ്യും, ആ ഒരു സോട്ടൂത്ത് ഫോമിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ആ ഒരു ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നത്. ദർ ഈസ് സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ അക്യുറസി ഓഫ് ദി റെപ്രസെൻറ്റേഷൻ ആസ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻക്ലൂഡഡ് ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഓൾ ദ കേർവ്സ് പാസ് ടു ദ മിഡ് പോയിൻറ്റ് f(x) = 0 at x = π. x = π എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ എല്ലാ കേർവ്സും എന്ത് ചെയ്യുന്നുണ്ട്, f(x) = 0 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലൂടെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്. ആ ഒരു പോയിന്റ് നമുക്ക് ആ ഒരു ഇതിൽ കറക്റ്റായിട്ട് ഈ ഒരു ഫിഗറിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. അത് പറയുന്നത് x = π എന്ന് പറയുന്ന പോയിന്റിൽ, അത് നിങ്ങൾ വേറെ ആനിമേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. x = π എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ അവിടെ ഒരു മിനിറ്റ്, x = π എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ ഒരു ഓവർഷൂട്ട് വരുന്നുണ്ട്. ദർ ഇസ് എൻ ഓവർഷൂട്ട് ദാറ്റ് പെർസിസ്റ്റ് ആൻഡ് ഷോസ് നോ സൈൻ ഓഫ് ഡിമിനിഷിങ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ ആ x = π എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ ജസ്റ്റ് ആനിമേഷൻസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മതി, ക്ലിയർ ആവും. ഒരു ഓവർഷൂട്ട് നമുക്കവിടെ കാണാൻ പറ്റും. ആ ഓവർഷൂട്ട് എന്ന് പറയുന്നത് ഡിമിനിഷ് ചെയ്യാനുള്ള ഡിമിനിഷ് ചെയ്ത് പോകുന്നൊന്നുമില്ല. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഈ ഒരു ഇൻ്റഗ്രേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫിറിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻസ് ആണ്. sin mx sin nx dx എന്ന് പറയുന്നത് = π Δmn. അതായത് m = n ആകുമ്പോൾ ഒരു വാല്യൂ ഉണ്ട്, m ≠ n ആകുമ്പോൾ 0 ആയിപ്പോവും. അതുപോലെ m = 0 ആകുമ്പോൾ ഓഫ് കോഴ്സ് sin 0 0 ആണ്. സോ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് 0 ആവും. ദെൻ cos mx cos nxനും π Δmn ആണ്. അതായത് m = n-ലാണ് നമുക്ക് അതിനൊരു ആൻസർ ഉള്ളത്. ദെൻ ഓഫ് കോഴ്സ് എമ്മും എന്നും 0 ആണെങ്കിൽ നമുക്കവിടെ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ dx ആണ് വരിക. അതുകൊണ്ടാണ് ആൻസർ 2π ആയത്. ദെൻ sin mx cos nx ആണെങ്കിൽ ഫോർ എനി വാല്യൂസ് ഓഫ് m ആൻഡ് n ഇതെന്താണ്, 0 ആണ്. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി ആ ഒരു ഓർത്തോഗണാലിറ്റി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓർത്തോഗണൽ കണ്ടീഷനും ഓർത്തോനോർമൽ കണ്ടീഷനുമാണ് ആ ഒരു ഇതിൽ പറയുന്നത്. കാരണം ഇതൊന്ന് നോക്കിയേ, sin nx sin mx എന്ന് പറയുന്നത് m = n ആവുന്ന കേസിൽ എന്ന് പറഞ്ഞാൽ സെയിം ഫംഗ്ഷൻ ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആകുമ്പോൾ വാല്യൂ 0 ആണ്. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ സെയിം ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു നോർമലൈസേഷൻ വാല്യൂ ഉണ്ടാവും. ഡിഫറെൻ്റ് ആവുന്ന സമയത്ത് 0 ആവും അല്ലേ. ഇവിടെ നമുക്കറിയാം സൈനും കോസും ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആയതുകൊണ്ട് 0 ആണ്. ഓക്കെ, അതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തതാണ് ഇത്. Integral 0 to 2π e⁻⁻⁰ e⁻⁻⁻ dx is equal to 2π Δmn. അവിടെയും
എമ്മും എന്നും എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്കൊരു വാല്യൂ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫിരിയറിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ആവശ്യം വരാവുന്ന കുറച്ച് ഇൻറ്റഗ്രേഷൻസ് ആണത്. ഓക്കെ, ഇനിയൊരു പോയിൻ്റ് പറയാനുള്ളത്, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ആണെന്ന് വിചാരിക്കുക. ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവുക. ഓക്കെ, അങ്ങനെ ഈവൻ ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫിരിയർ സീരീസ്, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫിരിയർ സീരീസ് എന്ന് പറയുന്നത് ഒരു കൊസൈൻ സീരീസ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബി എൻ വാല്യൂസ് എല്ലാം 0 ആയിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും സീരീസ് കിട്ടുക. ആൻഡ് എഫ് ഓഫ് എക്സ് ഓഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കവിടെ എന്ത് സംഭവിക്കും? എ എന്നുകൾ 0 ആയിപ്പോവും. എ എന്നുകൾ 0 ആയി പോകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈൻ സീരീസാണ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, ഫസ്റ്റ് ഇവിടെ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ഫങ്ഷൻസിനെയും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഫിരിയർ സീരീസിൻ്റെ നമുക്ക് ടൈലർ സീരീസിൻ്റെ അങ്ങനെ ഒരുപാട് സീരീസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ഫിരിയർ സീരീസിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ പറയുന്നത് വി ക്യാൻ റെപ്രസെൻറ്റ് ഡിസ്കണ്ടിന്യൂസ് ഫങ്ഷൻസിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ സോട്ടൂത്ത് വേവ് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. വി ക്യാൻ റെപ്രസെൻ്റ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ഓക്കെ, സോ ഇഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഓവർ എൻ ഇൻ്റർവൽ 0 to 2π അല്ലെങ്കിൽ -π to πയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ റെപ്രസെൻറ്റേഷൻ ഹോൾഡ്സ് ഫോർ ഓൾ ഫൈനൈറ്റ് എക്സ്. എല്ലാ വാല്യൂസ് ഓഫ് എക്സിനും ആ ഒരു റെപ്രസെൻറ്റേഷൻ ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് തേർഡായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, നമ്മൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഫിസിക്സിനകത്ത് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ്, ഒരു ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിൻ്റെ പ്രോബ്ലമാണ് നമുക്കുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അവിടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രൈവിംഗ് ഫോഴ്സിനെ ഫിരിയർ സീരീസ് വഴി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? നമ്മുടെ ഫണ്ടമെൻ്റൽ ടേമും കിട്ടും, അതുപോലെ സീരീസ് ഓഫ് ഹാർമോണിക്സ് ബാക്കിയുള്ള ടേംസും നമുക്ക് അവിടെ കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവിംഗ് ഫോഴ്സിനെ ആസ് സച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിരിക്കും നമുക്കെന്ത്, ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫിരിയർ സീരീസ് വെച്ചിട്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ടേംസ് ആയിട്ട് നമ്മൾ മാറ്റി എഴുതും അല്ലേ. കാരണം ഇപ്പം നമുക്കറിയാം ഫിരിയർ സീരീസ് എന്ന് പറയുമ്പം സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലാണ് വരുന്നത് അല്ലേ. കോസ് ഒമേഗ, കോസ് 2 ഒമേഗ, കോസ് 3 ഒമേഗ, ആ ഒരു രീതിയിൽ ഫ്രീക്വൻസി മാറി മാറി വരുന്ന ടേംസാണ് അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിനെ അങ്ങനെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിന് ഫിരിയർ സീരീസ് വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടേമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മേ ബി സോൾവ്ഡ് ഫോർ ഈച്ച് ഓഫ് ദീസ് ഹാർമോണിക്സ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് ഫൈനലി എന്ത് ചെയ്താൽ മതി, എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സൊല്യൂഷൻ കിട്ടും. ഓൾറൈറ്റ്, ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു പോയിന്റ് ചേഞ്ച് ഓഫ് ഇൻ്റർവെല്ലാണ്. ചേഞ്ച് ഓഫ് ഇൻ്റർവെല്ലിൽ പറയുന്നത് എഫ് ഓഫ് എക്സിനെ 2l എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇതുവരെ 2π ആ ഒരു ലിമിറ്റിൽ വരുന്നതാണ് പറഞ്ഞത്. ഓക്കെ, അതിന് പകരം 2l എന്ന് പറയുന്ന ഒരു പീരീഡാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ആ ഒരു സീരീസ് റെപ്രസെൻറ്റേഷൻ വരിക എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 an cos n pi x/l ആണ് വരിക. ഓക്കെ, നമ്മൾ cos nx എന്ന് പറഞ്ഞ സ്ഥലത്ത് cos n pi x/l ആണ് വരിക. അതുപോലെ sin n pi x/l ആണ് വരിക. വിത്ത് an ഇസ് ഈക്വൽ ടു 1/l ഇൻറ്റഗ്രൽ -l to l എഫ് ഓഫ് എക്സ് കോസ് n pi x/l dx. അതുപോലെ ബി എൻ ഇസ് ഈക്വൽ, അതായത് ജനറൽ ആയിട്ട് ഒരു ലെങ്ത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നേരത്തെ കേസ് നമ്മൾ 0 to 2π എന്ന രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, ഓൾറൈറ്റ്, ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ ഒരു ഇൻ്റർവെൽ നമ്മൾ -l to l എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ചോയ്സ് എടുക്കണം എന്നില്ല. ആ ഒരു 2l പീരീഡ് വരുന്ന ഏത് ഇൻ്റർവെൽ ആയാലും നമുക്ക് അതിൻ്റെ ഫിരിയർ സീരീസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.